സ്റ്റോപ്പ്. വാ മേഡം ഇറങ്ങിയാലും. എന്നെ പെണ്ണ് കാണാൻ വന്നവരാ, ഒരു അമേരിക്കൻ ടീം. എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാ ലേറ്റ് ആയിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പോകുന്നതേ ഉള്ളൂ. നീയും കൂടെ ഒന്ന് വരണേ. അച്ഛനോട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയ കാര്യം ഒന്ന് പറയണം, ഇല്ലെങ്കിൽ അച്ഛനെ കൊല്ലും. ഹലോ, നീ ഒന്ന് കൂടെ വരുമോ? അത് വേണ്ട. ഒരു പെണ്ണിനെ കൊണ്ടുപോയി പഴപ്പിക്കാൻ നോക്കി ഈ വൃത്തികെട്ടവൻ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഓ സോറി. പോരെ. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? സൂക്ഷിക്കണേ മോനെ, അവള് കയറി പിടിക്കുന്നു. അത്രയ്ക്ക് നല്ല മോനായത് അറിയോ? ആ അച്ഛനെന്ന് കാണാൻ പറ്റുമോ? എന്തിനാ? സ്നേഹത്തോട് രണ്ട് തെറി പറയാനാ. പെൺകുട്ടിയെ കുറിച്ച് ആൾ ഇങ്ങനെയാണോ തിരിച്ചു വെച്ചിരിക്കുന്നത്? സാജ ഒന്ന് വാടാ, അച്ഛനോട് സംസാരിക്കടാ. ഗൗളി എണിച്ചു വാടാ. എന്താടി നീ ലേറ്റ് ആയെന്ന് ചോദിക്കാനല്ല പോകുന്നത്, ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാനാ പോകുന്നത്. അച്ഛ എന്നെ തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം. ഇപ്പോഴല്ല, പിന്നീട്. ഇതെന്റെ കൂടെ പഠിച്ചതാ സാജൻ. ഇവന്റെ മുന്നേ വെച്ച് ചീത്ത വിളിക്കാതിരുന്നാ മതി. ക്ലാസ്മേറ്റ് ആണെന്ന് അറിയാതെയാണ് പാർവതി എന്റെ വണ്ടി വിളിച്ചത്. അതുകൊണ്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. അല്ല, അത് പല്ലെങ്കിലാവും. പിന്നീട് കുറെ ചിന്തിച്ചാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചത്. അയാൾക്കാണെങ്കിൽ ഭൂലോക ജാട. സഹിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി. പിന്നെ കല്യാണത്തിന് മുമ്പേ പെണ്ണ് കാണാൻ വന്നവർ പോയിട്ടേ എത്താവൂ എന്ന് പാർവതി പെണ്ണ് കാണാൻ വന്നവർ പോകുന്നതിന് മുൻപേ എത്തണമെന്ന് പാർവതി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. പാറുമോള് പറഞ്ഞാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ മോനിനി പൊയ്ക്കോ. വലിയ ഉപകാരം. താങ്ക് യു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിക്ക് നിന്നെ അകത്തോട്ട് വിടണോ വേണ്ടോന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണോ? അതെ. എങ്കിലൊരു ചെറിയ മാറ്റം വരുത്താനുണ്ട്. ഇപ്പൊ ടൈം 8:30, എന്റെ ഡിന്നർ ടൈമാണ്. നമുക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. വന്നോളൂ. വരൂന്നേ. ചെല്ലൂന്നേ. ഒറ്റ വിത്തായി പോയില്ലേ? ഞാൻ പറയുന്നത് രണ്ടുപേർക്കും കേൾക്കാൻ പറ്റും. വർത്താനം കുറച്ചു മതി. ആദ്യം ഈ ഡിക്കിൽ വെച്ചാലോ? അപ്പുറത്തെങ്ങനെ കൊണ്ട് വെക്കുന്നു? ഇവിടെ ആരെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്, ഈ ഡിക്കി തന്നെ വെച്ചാൽ മതി. അവൻ പറഞ്ഞാൽ ശരി, ഇതിനകത്ത് തന്നെ വെക്കാന്നേ. അടയാളം വല്ലതും വെക്കണോ? നീ ഇവിടെ കുത്തിയിരുന്നോ? ഭഗവതി, എടാ മണിയുടെ ഫോട്ടോ എടുത്തു. വിഷമിട്ടോ. മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാർ പിന്നെ എന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ. അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നത്. ഇയാൾക്ക് പറഞ്ഞാൽ തകരപ്പാട്ടയാ. പോയി നോക്ക്, അവിടെ നോക്ക്. ദൈവമേ, ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്കാൻ. മൂത്രമൊഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെടാ?
ശങ്കരമംഗലത്ത് അവിടെ ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസപ്പേ, തോക്കിനുള്ളിൽ കയറി വെടി ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിന്? വീട്ടിൽ ചെന്ന എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ, അയ്യടാ, ഓസിന് പോലീസ് ജീപ്പ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളൊന്നും തലയിൽ വെക്കണ്ട, നമുക്ക് പോവാം. ഡേയ്, നാളെ നേരം വിളിക്കുമ്പോൾ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ വിളിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തിനെ? ശരി സാർ. വാ വാ. പോലീസുകാരൻ മൂളിയാ കൂടെ SI മൂളണം. ആ പെട്ടിയിൽ എന്ത് കുന്തായാലും അതൊരു കുരിശ. അത് പോലീസുകാർ എടുത്തോണ്ട് പോകുന്ന നല്ലത്, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങും. സാർ, എന്താടാ? എല്ലായിടത്തും പരിശോധിച്ച സ്ഥിതിക്ക് ഈ കാറിന്റെ അടുക്കി കൂടെ ഒന്ന് പരിശോധിച്ചൂടെ? ആ പറഞ്ഞത് ന്യായം. ഒന്ന് നോക്കിയാലോ? അയ്യോ വേണ്ടേ. എന്നിട്ട് വേണം അതിനകത്ത് ഒന്നും ഇല്ലാന്ന് അറിയുമ്പോ എല്ലാവർക്കും കൂടെ ഒന്ന് അങ്ങ് ചിരിക്കാൻ. എനിക്കിനി ചമ്മാൻ വയ്യേ. ചമ്മ ഞങ്ങൾക്കും വയ്യേ. ഇതിനകത്തൊന്നും ഒരു തേങ്ങ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഡേ നീ അത് എടുത്തോ. പയ്യൻ രക്ഷപ്പെടട്ടോ. മണ്ടച്ചാരേ മുട്ടത്തലയിൽ മണ്ടിരുന്നു. മണ്ടച്ചാരേ മുട്ടത്തലയിൽ കണ്ടു. അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം. ചന്തു, പുതിയ 2 ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ? ഓക്കെ. ആ പറഞ്ഞ മാഷെ. നിധി നിധി നിധി, നിധി എന്ന് വിധി, വിധി എന്ന് നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷെ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷൊരു സംഭവം തന്നെ. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ദൈവം തന്ന നിധി, പ്രപഞ്ചം തന്ന നിധി, സ്വപ്നം തന്ന നിധി. ആ നിധി അതെവിടെ? കൊണ്ടുവരൂ. കൊണ്ടുവന്നു കൊണ്ടുവന്നു കൊണ്ടുവന്നു. ഇത് തുറക്കാൻ വീണ്ടും ഒച്ച വെച്ച് ബുദ്ധിമുട്ടണോ? വേണ്ട വേണ്ട വേണ്ട. അയ്യോ, സാജനോ, എന്തു പറ്റിയടാ? നിങ്ങൾ പേടിക്കണ്ട, ഇതെന്റെ ഫ്രണ്ടാ സാജൻ. ഹലോ. ഇവൻ ആളൊരു ഗൗളിയാ, ഏത് മുടുക്കിലും കയറിയിരിക്കും. എന്നാലും ഇതിനകത്ത് ഇവൻ എങ്ങനെ കയറിയെന്ന് ഇവന്റെ അടുത്ത് രഹസ്യമായിട്ട് ചോദിച്ചിട്ട് പറയാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, വാടാ. ശ്യാം, നീ അതൊന്ന് മെഷർ ചെയ്തേക്ക്. ആ മാഡം, TV നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അമ്മേ, എന്റെ ബെഡ്റൂമിലും TV വെക്കണം. നിക്ക് ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. എനിക്ക് കിച്ചണിൽ നിന്നാലും TV കാണണം, അത് പറ്റുമോ? സോറി മാഡം, കിച്ചണിൽ നിന്ന് TV കാണരുത്. കോൺസെൻട്രേഷൻ ഒന്നും തെറ്റിയാ ഫുഡ് ചീത്തയാവും, പിന്നെ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. കുട്ടി അതൊന്നും അറിയണ്ട, ഇവള് പറയുമ്പോൾ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അതാ ഞാനും വിചാരിച്ചേ, ഈ പെണ്ണിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ വീട്ടിൽ TV കാണുന്നത്? ഇതാ ഈ വക ടീമുകളെ ഒന്നും അടുപ്പിക്കാത്തത്. താമസിക്കുന്നത് ഞങ്ങളാ, ഞങ്ങളുടെ സൗകര്യം നോക്കേണ്ടത്. Sorry sir, this is not my taste and I do not want to continue this deal. Shyam, yes madam, pack it up.